ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കേരള പി സി ടോക്സ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അവർക്ക് വേണ്ടിയിട്ടുള്ള ഏതൊക്കെ ബുക്സാണ് അല്ലെങ്കിൽ ഏതൊക്കെ ടെലിഗ്രാം ചാനലാണ്, ഏതൊക്കെ യൂട്യൂബ് വീഡിയോസാണ് കാണേണ്ടത് എന്നൊക്കെ പറയുന്ന ഒരു വീഡിയോ ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ പറയുന്ന റാങ്ക് ഫയലിനെ കുറിച്ച് പറയാം കേട്ടോ. ഞാനിവിടെ യൂസ് ചെയ്യണത് 10th ലെവൽ മെയിൻസിൻ്റെ അതായത് LDCൻ്റെ ഒരു 10th ലെവൽ മെയിൻസിൻ്റെ റാങ്ക് ഫയലാണ്. 2022 കേട്ടോ ഞാൻ യൂസ് ചെയ്യണത്. ഓക്കെ, ഇതിപ്പോൾ വോളിയം 2 ആണ്. 3 വോളിയം ഉണ്ട്. അതിന് ഞാൻ എന്താ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വോളിയം മാത്രം ഇങ്ങനെ ഒരു ബുക്കാക്കിയിട്ടും ബാക്കി ഞാനിങ്ങനെ ചെയ്തിരിക്കുകയാണ്. ഒരു ബുക്കിനെ 2 ബുക്കാക്കിയിരിക്കുകയാണ് കേട്ടോ. അത് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ആക്കിയതാണ്. ഓക്കെ, അപ്പോൾ 10th ലെവലിലെ റാങ്ക് ഫയലാണ് ഞാൻ യൂസ് ചെയ്യണത്. റാങ്ക് ഫയൽ മാത്രമല്ല, ഞാൻ കുറച്ച് മുന്നേ ക്ലാസ്സിന് പോയിട്ട് പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് പഠിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ് ഈ 10th ലെവലിലെ റാങ്ക് ഫയൽ. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല, അതായത് ഒരാളുടെ അഭിപ്രായം കേട്ടിട്ട് നിങ്ങൾ അതുപോലെ ചെയ്യരുത്. നിങ്ങൾക്ക് ഏതാണെങ്കിലും ലക്ഷ്യയുടെയാണ് കേട്ടോ യൂസ് ചെയ്യണത്. റാങ്ക് ഫയൽ ലക്ഷ്യയുടെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ബെറ്റർ എന്ന് തോന്നുന്നത്, ലക്ഷ്യയുടെ ഉണ്ട്, ടാലൻറ്റിൻ്റെ ഉണ്ട്, അതുപോലെ തന്നെ സൈല ഇറക്കിയിട്ടുണ്ട്. അതൊക്കെ നല്ല റാങ്ക് ഫയലാണ്. ഞാൻ യൂസ് ചെയ്യണത് ലക്ഷ്യയുടെയാണ്. ഓക്കെ, ഒരിക്കലും നിങ്ങളടുത്ത് ഞാൻ ലക്ഷ്യം വാങ്ങണമെന്ന് പറയില്ല. ഒരുപാട് പേർക്ക് ലക്ഷ്യം യൂസ്ഫുള്ളാണ്, അതുപോലെ തന്നെ ടാലൻറ്റും ഉണ്ട്. ഓക്കെ, ഇതിലേതെങ്കിലും നിങ്ങളൊന്ന് ചൂസ് ചെയ്ത് നിങ്ങൾക്ക് ഏതാണ് ബെറ്റർ എന്ന് നോക്കിയിട്ട് നിങ്ങൾ നിർബന്ധമില്ല, വാങ്ങിക്കണം എന്ന് ആരോടും നിർബന്ധം പറയില്ല. നിങ്ങൾക്ക് ബെറ്റർ ആണ്, ഒരു റാങ്ക് ഫയൽ വേണം ഉണ്ടെങ്കിൽ ഒരു റാങ്ക് ഫയൽ കയ്യിലുള്ളത് എത്രയും ബെറ്റർ തന്നെയാണ്, നല്ലത് തന്നെയാണ്. നമുക്ക് ഓരോ ടോപ്പിക്ക് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് റാങ്ക് ഫയൽ കയ്യിലുള്ളത് നല്ലതാണ്. ഓക്കെ, അപ്പോൾ റാങ്ക് ഫയൽ മാത്രം പഠിച്ചിട്ട് നമുക്ക് PSCയിൽ എല്ലാം ആവാമെന്നും ഞാൻ പറയില്ല. കാരണം തുടക്കക്കാർക്ക് ഓരോ മൈൻഡായിരിക്കും. ഇപ്പോൾ റാങ്ക് ഫയൽ ഫുള്ള് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് PSCയിൽ എവിടെയെങ്കിലും എത്താം. അങ്ങനെ ആരും വിചാരിക്കരുത്. റാങ്ക് ഒന്നുമല്ല. ഓക്കെ, നമ്മുടെ ടേണിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ റാങ്ക് ഫയൽ മൊത്തം പഠിച്ചിട്ട് നമ്മൾ എവിടെ എത്തില്ല, അത് വേറൊരു കാര്യം. പിന്നെ ചിലവരൊക്കെ പറയും റാങ്ക് ഫയൽ പഠിച്ചിട്ടാണ് മൊത്തം ഇവിടെ എത്തിയത്. ഒന്നുമല്ല കേട്ടോ. ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഇതിലാണ് ഞാൻ പറയണത്. എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്. റാങ്ക് ഫയൽ മാത്രം പഠിച്ചാൽ പോരാ. ഓക്കെ, ഇപ്പോൾ എൻ്റെ അടുത്ത് കാണിച്ചു തരികയാണെങ്കിൽ ഇവിടെ PSC ബുള്ളറ്റിനുണ്ട്, അതുപോലെ തൊഴിൽ വീതി ഉണ്ട്. PSC ബുള്ളറ്റിൻ ഞാൻ വരുത്തുന്നുണ്ട്, അതുപോലെ തൊഴിൽ വാർത്തയുണ്ട്, തൊഴിൽ വീതി എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ റാങ്ക് ഫയൽ മാത്രം പഠിച്ചിട്ട് നിങ്ങൾക്ക് ഇതാക്കാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നിങ്ങൾക്ക് കയ്യിൽ ഒരു റാങ്ക് ഫയൽ ഉള്ളത് നല്ലതാണ്. ഓക്കെ, പിന്നെ അതുപോലെ മലയാളം, ഇംഗ്ലീഷ്. ഞാൻ മലയാളം, ഇംഗ്ലീഷ് അതുപോലെ ഓരോ ക്ലാസ് കണ്ടിട്ടോ ഒന്നുമല്ല ഇത് പഠിക്കാറുള്ളത്. മലയാളത്തിന് വേണ്ടി ഞാൻ അങ്ങനെ ക്ലാസ്സൊന്നും കാണാറില്ല. അപ്പോൾ എന്താ പറയുക, ഇംഗ്ലീഷിന് വേണ്ടി ഞാൻ ചിലപ്പോൾ ഇടയ്ക്ക് ക്ലാസ് കാണാറുണ്ട് കേട്ടോ. കോച്ചിങ് ക്ലാസ്സിന് കിട്ടിയതിന് ശേഷം ഞാൻ പിന്നെ അങ്ങനെ ടച്ച് വിട്ടതുകൊണ്ട് ഞാൻ ക്ലാസ് കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ മലയാളത്തിൽ പിന്നെ എന്താ പറയുക, ഈ ഒരു ചാനൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും, പഠിക്കണം വേണം, അല്ലെങ്കിൽ ചാനൽ കാണണം എന്നാലേ പഠിക്കാൻ പറ്റൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റിയ ചാനലാണ് ടെലിഗ്രാം ചാനലിൽ മറ്റേ ഫസ്റ്റ് ബില്ലില്ലേ, മലയാളം ഫസ്റ്റ് ബില്ല്. അത് നല്ലൊരു ഓപ്ഷനാണ്. ഓക്കെ, നല്ലൊരു ഓപ്ഷനായിട്ട് ഞാൻ കാണുന്നതാണ്. അപ്പോൾ ആ ഒരു യൂട്യൂബ് ചാനൽ, മലയാളം ഫസ്റ്റ് ബില്ലിൻ്റെ ടെലിഗ്രാം ചാനൽ. പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ സൈലത്തിനെയും എൻട്രീനെയാണ് മെയിനായിട്ട് ഞാൻ ഫോളോ ചെയ്തത്. ഓക്കെ, ഇപ്പോൾ ഞാൻ വീട്ടിലിരിക്കുന്ന പഠിക്കുന്നതുകൊണ്ട് സൈലത്തിന് എൻട്രിയാണ് മെയിനായിട്ട് ഞാൻ യൂട്യൂബ് ചാനലിൽ. ടെലിഗ്രാം ഞാൻ അങ്ങനെ അധികം യൂസ് ചെയ്യില്ല. യൂട്യൂബ് ചാനലാണ് മാക്സിമം ഞാൻ യൂട്ടിലൈസ് ചെയ്യുന്നത്. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. ഓക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മസ്റ്റായിട്ടും നോക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ പ്രിൻ്റ് എടുത്തതല്ല, ഞാൻ കോച്ചിങ് സെൻറ്ററിൽ പോയിരുന്നപ്പോൾ അവിടുന്ന് തന്ന കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ ഇംഗ്ലീഷാണ്, ചിലതിൽ കുറേ ഇംഗ്ലീഷ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രീവിയസ് ഇതാണ് ഞാൻ ഇംഗ്ലീഷിലായാലും മലയാളത്തിലായാലും. മലയാളം ഞാൻ വായിക്കലുണ്ട്, അതുകൊണ്ട് പിന്നെ എനിക്ക് മലയാളത്തിൽ അങ്ങനെ ഞാൻ ഒരു ക്ലാസ് കാണണം, അല്ലെങ്കിൽ ഞാൻ മലയാളത്തിൽ അങ്ങനെ സെപ്പറേറ്റ് പഠിക്കാറൊന്നുമില്ല. ഓക്കെ, എനിക്കത് കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് ഞാനത് നോക്കാറില്ല. അത്യാവശ്യം ഞാൻ മാർക്ക് സ്കോർ ചെയ്യാറുണ്ട്, അതുകൊണ്ട് ഞാൻ മലയാളം നോക്കാറില്ല. പിന്നെയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ പര്യായം അതൊക്കെ ഇല്ല, അതൊക്കെ എനിക്ക് നോക്കണം കേട്ടോ. അല്ലെങ്കിൽ എല്ലാം എനിക്കറിയാം എന്നല്ല ഞാൻ പറയുന്നത്. നമ്മുടെ അതിൽ ഏതൊക്കെയുണ്ട്, ഒരു മിനിറ്റ്, ഘടകപദമുണ്ട്, അത് നമുക്ക് ഉണ്ടോയെന്ന് പിരിച്ചെഴുതലുണ്ട്. അതും ഓൾമോസ്റ്റ് എളുപ്പമുള്ള ഒരു ടോപ്പിക്കാണ്. അതുപോലെ വചനം,
പിന്നെ അതുപോലെ സ്ത്രീലിംഗം പുല്ലിംഗം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇത് നിങ്ങൾ പഠിക്കാൻ പറ്റുന്നവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സമാന പദം, അതുപോലെ തന്നെ എവിടെ പഴഞ്ചൊല്ലുകൾ, ഇതൊന്നും ആർക്കും അങ്ങനെ കിട്ടില്ല കേട്ടോ. പഴഞ്ചൊല്ലുകളൊക്കെ വളരെ ചോദിക്കാൻ റയർ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ശൈലികൾ, അതൊക്കെ ഇത് നിങ്ങൾ 1 2 ഒരു 5 എണ്ണം ഡെയിലി വെച്ച് പഠിക്കുക. അതായത് ഇപ്പോൾ വീക്കിൽ 7 ദിവസം എടുക്കുകയാണെങ്കിൽ അതിൽ ഫസ്റ്റ് ദിവസം മൺഡേ എടുക്കുകയാണെങ്കിൽ അതിൽ 5 എണ്ണം മൺഡേ ദിവസം പഠിക്കുക. അല്ലെങ്കിൽ ഒരു 10 എണ്ണം, നിങ്ങൾക്ക് എത്രയാണോ പറ്റുക. തുടക്കക്കാരാണെങ്കിൽ 5 എണ്ണം പഠിക്കണമായിരിക്കും ഒന്നുകൂടി നല്ലതെന്ന് ഞാൻ പറയും. ഓക്കെ, കാരണം ഞാൻ ഇത് ഒപ്പം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല ആദ്യം. ഒപ്പം കൊണ്ടുപോകാത്തതിൻ്റെ ബുദ്ധിമുട്ട് ഞാൻ നല്ലോണം അറിഞ്ഞിട്ടുണ്ടായിരുന്നു, മലയാളം ഇംഗ്ലീഷൊക്കെ. ഓക്കെ, അപ്പോൾ ഡെയിലി ഇത് നോക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് എന്തായാലും PSC എക്സാമിന് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാനൊന്നും പറ്റില്ല, കൺഫ്യൂഷനൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഡെയിലി ഒരു 5 എണ്ണം വെച്ച് പഠിക്കുക. പിന്നെ അടുത്ത ദിവസം ഒരു 5 എണ്ണം. ഈ 5 എണ്ണം, അതായത് ഇപ്പോൾ ഞാൻ 5 എണ്ണം പഠിച്ചിട്ട് അടുത്ത ദിവസം ബാക്കി 5 എണ്ണം പഠിക്കുമ്പോൾ ഈ നമ്മൾ തലേ ദിവസത്തെ 5 എണ്ണം കൂടി കൂട്ടിയിട്ട് 10 എണ്ണം പഠിക്കുക. അപ്പോൾ 10 എണ്ണമായി. അപ്പോൾ ഈ 10 എണ്ണം പഠിച്ചിട്ട് അടുത്ത ദിവസം പഠിക്കുമ്പോൾ 5 എണ്ണം പഠിക്കുമ്പോൾ ഈ ബാക്കി 10 എണ്ണം കൂടി കൂട്ടിയിട്ട് പഠിക്കുക. അപ്പോൾ അതൊരു റിവിഷനായി പോവും. എന്നിട്ട് നിങ്ങൾ ശനി ഞായറും ദിവസം ഒരു റിവിഷൻ പോലെ വയ്ക്കുക. എന്നിട്ട് ഈ ആഴ്ച വീക്കിൽ എത്ര എണ്ണം പഠിച്ച് അത് നിങ്ങൾ ഒന്ന് റിവൈസ് ചെയ്തണ പോലെ ശനി ഞായറും, ഇല്ലെങ്കിൽ ഞായർ മാത്രമായിട്ട് വയ്ക്കുക, എല്ലാം ഒന്ന് റിവൈസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് ഞാൻ പറയും. ഓക്കെ, മലയാളത്തിൽ അങ്ങനെ പ്രത്യേകിച്ച് ക്ലാസ് ഒന്നും ഞാൻ അങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നില്ല, കാരണം ഞാനത് നോക്കാറില്ല, അതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ഇന്ന ആൾ ബെറ്ററാണ്, ഇന്ന ചാനൽ ബെറ്ററാണ് പറഞ്ഞത് എനിക്ക് തന്നെ ഒരു ഇത് വരും, അതുകൊണ്ടാണ്. റാങ്ക് ഫയൽ മസ്റ്റായിട്ട് ഞാൻ അത് മാത്രം പഠിക്കുന്ന ആരും പറയില്ല, ഞാനും പറയുന്നില്ല. ചിലവർ പറയുമായിരിക്കും, അതെനിക്കറിയില്ല, അത് അവരുടെ കൺസെപ്റ്റ് വെച്ചായിരിക്കും. ഓക്കെ, അപ്പോൾ റാങ്ക് ഫയൽ പഠിച്ചിട്ട് ഒന്നും ആവില്ല എന്ന് ഞാൻ പറയും. ഓക്കെ, ഞാൻ പഠിച്ചിട്ട് അങ്ങനെ വാരി വലിച്ച് പഠിച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും പറ്റില്ല. ഓക്കെ, ഒരു ടോപ്പിക്ക്, പിന്നെ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഏത് എക്സാമിനാണോ ഫോക്കസ് ചെയ്യണത് ആ എക്സാമിൻ്റെ ഒരു സിലബസ് നിങ്ങൾ പ്രിൻ്റ് ഔട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, പ്രിൻ്റ് ഔട്ട് ചെയ്ത് വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ടോപ്പിക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിങ്ങനെ ടിക്ക് ചെയ്ത് വിടാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പ്രിൻ്റ് ഔട്ട് ചെയ്ത് വെക്കാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെ ഉള്ളതാണ് വിപരീത പദം. ഇതൊക്കെ നമുക്ക് 5 എണ്ണം പഠിച്ചിട്ട് പിന്നെ 10 എണ്ണം പഠിക്കും. അങ്ങനെ ആയിരിക്കും ഒന്നുകൂടി ബെറ്റർ. പര്യായം എനിക്ക് ഏറ്റവും ടഫസ്റ്റ് ആയിട്ട് മലയാളത്തിലുള്ളത് പര്യായം മാത്രമാണ് കേട്ടോ. പര്യായത്തിൽ പഠിക്കുകയാണെങ്കിൽ വായിച്ച് അല്ലെങ്കിൽ എഴുതിയിട്ട് നിങ്ങൾ പഠിക്കുക, അതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. ഓക്കെ, നമുക്ക് സ്ഥിരം നമ്മൾ പറയണ വാക്കുകളായിരിക്കും അതിൻ്റെ പര്യായമായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. ഞാൻ മാക്സിമം ഇതിൽ നോക്കാറുള്ള PVS ക്വസ്റ്റ്യൻ പേപ്പറത്തെ മലയാളമാണ് കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പറത്തെ മലയാളമായിരിക്കും ഒന്നും കൂടി. ഇത് പിരിച്ചെഴുതിയിൽ ഇതിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഞാൻ മാക്സിമം അങ്ങനെയാണ് എഴുതി വെച്ചിട്ട് അതിന് വേണ്ടി ഒരു നോട്ട് വെച്ചിട്ട് അങ്ങനെ പഠിക്കുകയാണ് ചെയ്യാറ്. ഓക്കെ, അപ്പോൾ നിങ്ങളെ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ ബെറ്ററായിട്ട് ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഞാൻ പറയും പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യണം. ഇതിൽ എനിക്ക് തന്നത് കാരണം എനിക്കിതിൻ്റെ എത്ര റുപ്പീസ് കാര്യങ്ങൾ ബാക്കിൽ ഇതുണ്ട് കേട്ടോ, നമ്മുടെ മാർക്ക് ചെയ്യാനുള്ള ഇതുണ്ട്, ബബിൾ ചെയ്യാനുള്ള സാധനമുണ്ട്. അപ്പോൾ അതും കൂടി വരുന്നത് നിങ്ങളൊരു കാര്യം ചെയ്യണമെങ്കിൽ നമുക്കിങ്ങനെ അവിടെ ഷോപ്പിൽ പോയിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു 2 സൈഡിലായിട്ട് ഇങ്ങനെ 4 ചെറുതാക്കി കിട്ടും. നിങ്ങൾ അങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് പൈസ ലാഭിക്കാം. അപ്പം അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോണിൽ തന്നെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യാം, മോക്ക് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പം ഞാൻ അത് തന്നതുകൊണ്ട് എനിക്ക് യൂസ്ഫുള്ളായി കുറേ ഉണ്ട് കേട്ടോ, ഇഷ്ടംപോലെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഈ ഫയൽ ഇത്രയും ഫുള്ളും എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കാര്യങ്ങളുമാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് ഇത്രയും മാത്സ് ആൻസാലും അതുപോലത്തെ എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങളെന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ, അത് ഞാൻ മസ്റ്റായിട്ട് ഞാൻ പ്രിൻ്റ് ഔട്ട് എടുക്കണം എന്ന് ഞാൻ പറയില്ല, കാരണം എല്ലാവർക്കും പൈസ ഉണ്ടാവണമെന്നില്ല. ഓക്കെ, അപ്പോൾ പറ്റുകയാണെങ്കിൽ നിങ്ങൾ അത് ചെയ്യുക. പ്രീവിയസ് എന്തായാലും ഡൗൺലോഡ് ചെയ്തിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ തൊഴിൽ വാർത്തയിൽ നമുക്ക് എക്സാംസ് ചെയ്യാനുള്ള എക്സാംസ് വരും. ഇതിപ്പോൾ 10ാം തലം തന്നെ. ഇപ്പോൾ ഇത് ഏതാ തൊഴിൽ വാർത്ത, ജനുവരി 25 തൊഴിൽ വാർത്തയാണ്. അപ്പോൾ ഇതിൽ ഈ എക്സാംസിൻ്റെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. ഇത് ചെയ്താലും നിങ്ങൾക്ക് മാക്സിമം യൂസ്ഫുള്ളാകും തൊഴിൽ വാർത്തയത്തെ. പിന്നെ നിങ്ങൾ കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ് കറണ്ട് അഫേഴ്സ് മസ്റ്റായിട്ട് നിങ്ങൾ ഒരേപോലെ കൊണ്ടുപോകാൻ നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, കറണ്ട് അഫേഴ്സ് ആണെച്ചാലും ഡേ ടു ഡേ അത് നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അത് ലാസ്റ്റ് പെൻഡിങ് വരും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കറണ്ട് അഫേഴ്സ് കൊണ്ടുപോകാനായിട്ട് പറയണത്. ഓക്കെ,
ഇത് എൻ്റെ അടുത്തുള്ള വേറൊരു ബുക്കാണ്, സിവിൽ പോലീസ് ഓഫീസറിൻ്റെ പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് പോലീസിൻ്റെ എക്സാമിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ അതിൽ കുറേ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്, അതിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് കാര്യങ്ങൾ അതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പഠിക്കുക. ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നിങ്ങൾ പറ്റുകയാണെങ്കിൽ നോട്ട് എഴുതുക. ഓക്കെ, വർഷങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ട് പഠിക്കുക. വർഷങ്ങൾ പഠിക്കാൻ വേണ്ടി ഞാൻ ഒരു ടിപ്പ് പറഞ്ഞുതരാം. ഓക്കെ, വർഷങ്ങൾ പഠിക്കാൻ ഇപ്പോൾ നിങ്ങൾ 1947 അങ്ങനെ ഇട്ടിട്ട് ഇത് പദസൂര്യൻ പോലെ ഇങ്ങനെ ചെയ്തിട്ട് ഇന്ന ഡേറ്റിൽ ഇത് നടന്നു നമ്മുടെ ഭരണഘടന നിലവിൽ, അങ്ങനെ വെച്ച് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പഠിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഓരോ കാര്യങ്ങൾ എഴുതിയിട്ട് ഇതെല്ലാം ഈ വർഷം എന്ന് എഴുതിയിട്ട് ഇങ്ങനെയും പഠിക്കാം. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെയാണോ ബെറ്റർ എന്ന് തോന്നുന്നത് നിങ്ങൾക്ക് അതുപോലെ പഠിക്കാം കേട്ടോ. ഓരോ സംഭവങ്ങൾ എഴുതിയിട്ട് അത് ഇന്ന വർഷത്തിൽ നടന്നു, പിന്നെ അടുത്തത് എഴുതിയിട്ട് അത് ഇന്ന വർഷം നടന്നു, നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാമെന്നാണ്. ഞാൻ എനിക്ക് ഡേറ്റ് കാര്യങ്ങളൊക്കെ കുറച്ച് ഓർമ്മ നിൽക്കണത് കൊണ്ട് ഞാൻ അങ്ങനെ ഇത് ചെയ്യാറില്ല. ഈ വർഷത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് അത്ര ബുദ്ധിമുട്ട് വരാറില്ല. പക്ഷെ പിന്നെ എനിക്ക് നിൽക്കാത്തതാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യുക, ഇത് തന്നെ ചെയ്യും, എഴുതിയിട്ട് പഠിക്കുകയും ചെയ്യും. പിന്നെ നിങ്ങൾ മാത്സിൽ നമുക്കൊരു ഞാൻ പറയുകയാണെങ്കിൽ, മിക്ക PSC ഉദ്യോഗാർത്ഥികളും പറയും ജെറിൻ സാറിൻ്റെ ക്ലാസ്സാണ്. ട്രിക്ടേഡ് മണ്ട യൂട്യൂബ് ചാനലാണ്, ജെറിൻ സാറിൻ്റെ ക്ലാസ്സാണ്. നല്ല ക്ലാസ്സാണ്. നമുക്ക് താഴത്തെ ലെവൽ തൊട്ടിട്ട് ഡിഗ്രി ലെവലുള്ള വരെ എല്ലാ മാത്സിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് സാറ് എന്താ പറയുക, ബേസ് തൊട്ടിട്ട് സാറ് പറഞ്ഞു തരും. മസ്റ്റായിട്ടും നിങ്ങൾക്ക് ബെറ്റർ ആവും. ഒരിക്കലും ആ സാറിൻ്റെ ക്ലാസ് കണ്ടിട്ട് ഒരിക്കലും ആ ഒരു മാത്സിൽ നമുക്കൊന്നും അറിയില്ല എന്ന് ആരും പറയില്ല. കാരണം അത്രയും എഫേർട്ട് എടുത്തിട്ട് ആ സാറ് ചെയ്യണ ഒരു യൂട്യൂബ് ചാനലുണ്ട്. ആ ചാനലാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കും പറ്റുകയാണെങ്കിൽ ആ സാറിൻ്റെ യൂട്യൂബ് ചാനലിൽ പോയിട്ട് കാണാം. എന്തായാലും ഞാൻ കാണാൻ സജസ്റ്റ് ചെയ്യും. കാരണം ആ സാറിന് നല്ലൊരു യൂട്യൂബ് ചാനലാണ്. ഓക്കെ, എല്ലാവർക്കും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബ് ചാനലാണ് ട്രിക്ടേൺ പറയണത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മാത്സിന് ഞാൻ യൂട്യൂബ് ചാനൽ പറഞ്ഞു തന്നു. ഓക്കെ, ഇനിയുള്ളത് ചരിത്രമാണ്. ഞാൻ ചരിത്രം എല്ലായിടത്തും മുഴുവനും പഠിക്കണം എന്ന് പറയില്ല. കാരണം ഞാൻ അങ്ങനെ മുഴുവൻ ചരിത്രങ്ങൾ പഠിക്കാറില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാത്രം കുറേ നവോത്ഥാന നായകന്മാർ അവരുടെയൊക്കെയാണ് പഠിക്കാറുള്ളത്. ഇതൊന്നും ഞാൻ തുടക്കക്കാലത്ത് ഇപ്പോൾ തന്നെ എല്ലാം ഫുള്ളും പഠിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ PSC തുടരുന്നവരും എൻ്റെ ഈ ചാനൽ കാണുന്നതാണ്, കുറേ സബ്സ്ക്രൈബേഴ്സ് ഉള്ളതാണ്, അവർക്കും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ PSCയിൽ തുടക്കക്കാർ വരികയാണെങ്കിൽ കറണ്ട് അഫേഴ്സ് മസ്റ്റായിട്ട് ഒപ്പം അപ്ഡേറ്റ് ആയിട്ട് കൊണ്ടുപോവുക. അതുപോലെ തന്നെ മലയാളം, ഇംഗ്ലീഷും, ഇത് രണ്ടും നിങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നിങ്ങൾ ഓരോ ദിവസം നിങ്ങളുടെ ഓരോരോ ബെറ്റർ ആയിട്ടുള്ള ദിവസങ്ങൾ വരികയാണ്. ഓരോ എക്സാംസ് മസ്റ്റായിട്ട് വരുന്നുണ്ട്. നമുക്ക് ഫോഴ്സിനെ ആണെച്ചാലും അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്കൊക്കെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ പഠിക്കുക. 20 മാർക്കിനാണ് വരുന്നത്. നിങ്ങൾക്ക് വളരെ സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു എക്സാമാണ് വരാൻ പോകുന്നത്. ഓക്കെ, അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ ഉണ്ട്. എനിക്കൊക്കെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടും കൂടെ പഠിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ എനിക്ക് ഈ മൊത്തത്തിൽ ഇതിന് വേണ്ടി ഇരിക്കാൻ പറ്റത്തില്ല. ഞാൻ ഡിഗ്രി ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് അതിൽ അസൈൻമെൻറ്റ്സും കാര്യങ്ങളുണ്ട്, അത് എഴുതണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ എനിക്ക് സമയം ഉണ്ട്. പിന്നെ വീഡിയോ ചെയ്യണം, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യുക. പിന്നെ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ഞാൻ 2-3 ഇട്ടിട്ടുണ്ട്. നിങ്ങൾ അതൊക്കെ പോയി കാണാത്തവരാണെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്യുക ലിങ്ക്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക്